രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വേളയിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്ന ഏറ്റവും പ്രധാനികളിൽ ഒരാൾ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. 2009 മുതൽ LDFും UDFും മാറി മാറി ഭരിച്ചൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, പക്ഷേ 3ാം സ്ഥാനത്തായി പോകുന്നു. ഇത്തവണ ആറ്റിങ്ങൽ എന്താണ് പ്രത്യേകത? എങ്ങനെ ആറ്റിങ്ങൽ താങ്കൾ മത്സരിക്കുമ്പോൾ എങ്ങനെ വ്യത്യസ്തമാകുന്നു മറ്റു മണ്ഡലങ്ങളിൽ നിന്ന്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്ന്, രണ്ട് അനുകൂല സാഹചര്യങ്ങൾ. ഒന്ന്, കേരളത്തിൽ തുടർഭരണം കിട്ടിയതിന് ശേഷമുള്ള CPM സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അങ്ങേയറ്റം അമർഷത്തിലാക്കിയിരിക്കുകയാണ്. അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ നോക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ഭരണത്തിൽ വരും എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷമടക്കം അംഗീകരിക്കുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ 3ാം സർക്കാർ ഭരണത്തിൽ വരാൻ പോവുകയാണ്. മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട്, മറ്റൊരു ശക്തിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു ശക്തി, രാഷ്ട്രീയ ശക്തി കേരളത്തിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ആറ്റിങ്ങലിലും പ്രതിഫലിക്കും. മറ്റൊരു കാര്യം, ഈ പത്തനംതിട്ടയിലെ സ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്ത് തന്നെ ചില അതൃപ്തികൾ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു അതൃപ്തി. BDJSും മുഖ്യമന്ത്രിയും തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് തന്നെ സംഭവിക്കുന്നു. അല്ല, എനിക്കറിയില്ല, അത് ഞാൻ വായിച്ചില്ല. എന്താണ് PC ജോർജ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച്. അപ്പോൾ BJPക്ക് ദക്ഷിണേന്ത്യയിലൊരു അനുകൂല തരംഗമായിട്ട് തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ അനുകൂലമായിട്ടുള്ള തരംഗം അത് കേരളത്തിലും പ്രതിഫലിക്കും. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വി മുരളീധരൻ എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരി വലിയ രീതിയിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജഗദീഷ് വിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, ഡൽഹി.